ഇപ്പോൾ ആ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ട്. 1.5 വർഷം ആ കുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ചാൽ എന്താണ് പോലീസിന്റെ അടുത്ത നടപടികൾ? ഇനിയും ചോദ്യം ചെയ്യൽ. ഈ അമ്മയ്ക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? എന്താണ് അത്തരം അവ്യക്തതകൾ നീങ്ങുന്നുണ്ടോ? ഇത് പോക്സോ കേസ് ആയതുകൊണ്ടാണ് ഈ പ്രതിയുടെ പേരടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ കഴിയാത്തത്. നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. എന്തായാലും ഈ കുഞ്ഞിന്റെ അടുത്ത ബന്ധു തന്നെയാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിരിക്കുന്നത്, പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ ഇയാൾ കുറ്റം നിഷേധിക്കുകയായിരുന്നു. പിന്നീട് ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് പോലീസ് ചോദിച്ചു. ആ ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയത്. പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഈ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ കാലിൽ പിടിച്ച് കരയുകയാണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത്തരത്തിലൊരു ക്രൂരതയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഇയാൾ ലൈംഗിക വൈകൃതമുള്ളയാളാണ് എന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഇത്തരത്തിലുള്ള ഫോൺ വീഡിയോസ് അടക്കം കാണുന്നയാളാണ് ഇയാളെന്നാണ് പോലീസിന് ബോധ്യമായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇത് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഈ കാര്യങ്ങൾ ഓരോന്ന് ഇൻട്രോഗേറ്റ് ചെയ്ത ഘട്ടത്തിൽ ഇയാൾ പോലീസിന് മുന്നിൽ പറയുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ കൊലക്കേസിൽ അമ്മ റിമാൻഡിലാണ്. അമ്മയെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് അപേക്ഷ നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങും. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ഈ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ചുള്ളത് പലതരത്തിലുള്ള കാര്യങ്ങൾ അവർ പല ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു. അത് പരസ്പര വിരുദ്ധവും മാറ്റിപ്പറയുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഈ കാരണം സംബന്ധിച്ച് എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ിലേക്ക് നയിച്ചതിന്റെ സംഭവങ്ങളാണോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നു. ഈ ബാലനീതി വകുപ്പും ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ പോക്സോ കേസിനുള്ളിൽ ഇയാൾ മാത്രമാണെങ്കിലും ബാലനീതി വകുപ്പിൽ ഈ കുഞ്ഞിന്റെ സംരക്ഷണം ആരിലൊക്കെ നിക്ഷിപ്തമായിരുന്നോ അവരെല്ലാവരും കൃത്യമായി അതിന് ഉത്തരം പറയേണ്ടതാണ്. തീർച്ചയായും. കാരണം കുഞ്ഞിന്റെ കസ്റ്റോഡിയൻ, കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ചുമതല ഈ പറയുന്ന ബന്ധപ്പെട്ടവർക്കുണ്ട്. അത് ഉണ്ടായിരുന്നില്ല. ആ സംരക്ഷിക്കേണ്ടവർ തന്നെ ഇതിൽ കൊലപാതകം നടത്തിയിരിക്കുകയാണ്. ഒന്ന് അമ്മ. രണ്ടാമത്തെ കാര്യം, ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ഒരു ഘട്ടമുണ്ട് കുടുംബത്തിലെ. അതിൽ ആരൊക്കെയാണ് ഉത്തരവാദികൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി സ്വാഭാവികമായിട്ടും ഇതിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ പീഡന വിവരം അറിഞ്ഞിട്ട് ആരെങ്കിലും മറച്ചു വെച്ചിരുന്നോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിൽ സ്ഥിരമായി അറിഞ്ഞ ശേഷം അതിൽ പോലീസിൽ പരാതിപ്പെടാതിരുന്നുവെങ്കിൽ അറിഞ്ഞിട്ട് മറച്ചു വെച്ചാൽ അതും കുറ്റമാണ് പോക്സോ നിയമപ്രകാരം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇതിന്റെ പരിധിയിലേക്ക് വരും. ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത് ഈ കൃത്യം നടത്തിയ ആളെ, നേരിട്ട് കൃത്യം നടത്തിയ ആളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞിന്റെ അടുത്ത ബന്ധുവാണ്. കഴിഞ്ഞ 1.5 വർഷമായി കുഞ്ഞ് പീഡനത്തിന് പൊട്ടിക്കരയുന്നു. ആദ്യം കുഞ്ഞ് മരിക്കുമ്പോഴും സംസ്കാര ചടങ്ങ് നടത്തുമ്പോഴും പിന്നീട് പോലീസ് ചോദിക്കുമ്പോൾ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഈ പറയുന്ന എന്തെങ്കിലും വികാരങ്ങളുള്ള ഒരു മനുഷ്യൻ തന്നെയാണോ ഇയാൾ ഈ ചെയ്തു കൂട്ടിയതെല്ലാം? തീർച്ചയായും മൃഗത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വൈകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്തിരിക്കുന്നതെന്ന് ബോധ്യമായിരിക്കുകയാണ്. ഒരു മനുഷ്യനാണെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ മനസ്സ് മൃഗമായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ ആ രീതിയിലാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത് എന്നതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വലിയ ഞെട്ടലാണ്. ഇത്തരമൊരു കേസ് ഈ സമാന സംഭവങ്ങളിലൊന്നും തന്നെ അങ്ങനെ വന്നിട്ടില്ല എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പോലും പറയുന്നത്. കാരണം അത്തരത്തിലുള്ള നമുക്കുണ്ടാക്കിയ ആദ്യ ആഘാതം എന്ന് പറയുന്നത് ഈ അംഗനവാടിയിൽ പോയ കുഞ്ഞിനെ വിളിച്ചു കൊണ്ടുപോയി പാലത്തിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നു. അത് ബന്ധപ്പെട്ട അമ്മ തന്നെയാണ് അത് ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ആ കുഞ്ഞ് അനുഭവിച്ചിരിക്കുന്ന ക്രൂരതയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമ്പോൾ തന്നെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ, അല്ലെങ്കിൽ വലിയ ക്രൂരത ഏറ്റുവാങ്ങിയ ഘട്ടത്തിൽ പോലും ഇത് ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ 1.5 വർഷമായെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കുഞ്ഞ് ആരോടെങ്കിലും പറയാതിരിക്കുമോ, അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും പറയില്ല. ഈ കുഞ്ഞ് ഇത്തരത്തിൽ ഈ പീഡനത്തിന് ഇരയാകുന്ന ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടും ബന്ധപ്പെട്ടവരാരെങ്കിലും ഒളിച്ചു വച്ചിട്ടുണ്ടോ? ഇതിനടക്കമുള്ള കാര്യങ്ങളിൽ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ കുഞ്ഞ് കൊല്ലപ്പെട്ടു പോയെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ഒരുപാട് കാര്യങ്ങളിൽ ഉത്തരം കണ്ടെത്തണം.